അമ്മ ചേച്ചിയും അനിയത്തിയും രണ്ട് ബഹളമാണ് അറിയോ. അത് ഭയങ്കര കമ്പനിയാണ്. രണ്ടിനെയും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? കേട്ടിപ്പെണ്ണ് കേട്ടിയെ കെട്ടി അതിൻ്റെ കാര്യത്തിനൊക്കെ അനിയനെ അങ്ങോട്ട് ചെന്നപ്പം ആ പെണ്ണിനെ അനിയത്തി പെണ്ണെ കണ്ടു കിടന്നു അവനത് അവളെ മാറി. പിന്നെ അവർ തമ്മിൽ പ്രേമത്തിന് എന്നാ ചെയ്യാൻ പറ്റും? അമ്മ അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ടല്ലായിരുന്നു. ഇതേ രണ്ടും കൂടി ഇപ്പോൾ ഒറ്റ കയ്യാ. എല്ലാവരും ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് രണ്ടെണ്ണത്തിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാ കാര്യം. ഇനിയിപ്പം നമ്മൾ തുണി നനയ്ക്കുമായിരുന്നു കുഞ്ഞെ. ഒത്തിരി തുണി ഉണ്ടായിരുന്നു. ആ തള്ള പറയുന്നത് മുഴുവൻ ചെയ്യാനായിട്ടിരിക്കുവാണ് ചേച്ചി. ചെയ്യാതിരിക്കാൻ നോക്കുവോ? അമ്മയും മോളും കൂടെ കുറെ നേരം അവിടെ കുശുകുശു തുടങ്ങിയിട്ട് ആ പെണ്ണിന് ഈ പണിയെല്ലാം ചെയ്യത്തില്ല. ചേച്ചി രാവിലെ തൊട്ട് വീട്ടിലെ പണി ചെയ്യാൻ തുടങ്ങിയതല്ലേ? ഒരു മകൻ ചെയ്യത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ എന്താ നിങ്ങൾ ചെയ്യാനില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള പണി മാത്രം നിങ്ങളുടെയും പിള്ളേരുടെയും കെട്ടിയവന്റെയും കാര്യം മാത്രം ചെയ്തേച്ചാൽ മതി. ആ തള്ളയും മോളും അവരുടെ കാര്യം ചെയ്തോട്ട് ഞാൻ 150 തവണ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി അത് മാറ്റിയിട്ടാ പിന്നെ അത് വീട്ടിൽ വഴക്കിനല്ലേ? അത് നിങ്ങളുടെ വേലക്കാരിയാണോ? മാറ്റി ചെയ്യാതിരിക്കാൻ നോക്കുവോ? ചെയ്തു പോകും. ഒരു കൂടി കിടക്കും. പിന്നെ അത് അവിടെ കിടന്നാൽ പിന്നെ നാളെ അവളുടെ ജുഗാറിലൊക്കെ അങ്ങോട്ട് വാരിയിട്ട് അലക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ കൂടി കിടന്നാൽ പിന്നെ എന്താ ചെയ്യാനാ? അവളുടെ കൈ പോകത്തില്ല അവളുടെ സാധനം അലക്കാൻ. അവൾ ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ചെയ്യിപ്പിക്കാലോ. ചെയ്യിപ്പിക്കാം ഇപ്പൊ ഞാൻ. എടേ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വാ ഇങ്ങോട്ട് വാ. എടേ നിന്റെ തുണികളും നിനക്ക് അലക്കാവോടി? ചിലപ്പോ ഒക്കെ ചേച്ചി അലക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾ എന്റെ അലക്കുന്നില്ലല്ലോ. ചേച്ചി അല്ലേ ഇത് നിന്റെ ചേട്ടത്തിയാണോ? വേലക്കാരിയോ? നീ നിന്റെ അമ്മയും കൂടെ മണിക്കൂർ ഒന്നായാലും അവിടെ ഒന്ന് കുശുകുശിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും എന്റെ അമ്മയും കൂടെ പല പല കാര്യങ്ങൾ പറയും. നിങ്ങൾ ചേട്ടത്തി എനിക്ക് തമ്മിൽ എന്തെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾ തിരക്കാൻ വരുന്നുണ്ടോ? എന്റെ ചേച്ചിയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും ഞാൻ ചോദിക്കും. ആ ചേച്ചി എന്റെ തുണി അലക്കി തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞില്ല. അവിടെ 3-4 ദിവസം കൂടി കിടന്നപ്പോ അവിടെ ഞാൻ എടുത്തിട്ട് അലക്കി. ഞാൻ പറഞ്ഞില്ല. 4-5 ദിവസത്തെ കൂടി കിടക്കുമായിരുന്നു അമ്മയുടെ മോടെ. ഇത് അതാ എടുത്തിട്ട് ഞാൻ അലക്കിയത്. നാളെ തൊട്ട് നിന്റെ അമ്മ നീ വരുന്നതിനും ഇവള് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ തുണിയൊക്കെ ഇവിടെ അലക്കത്തില്ല. അവിടെ തുണി ഞങ്ങൾ വരക്കും, ഇവിടെ വരക്കും. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞങ്ങളൊക്കെ അലക്കുമായിരുന്നു. നീ വന്നു കഴിഞ്ഞാണല്ലോ ഇത് കാണിക്കാൻ തുടങ്ങിയത്. അതുവരെ ഇത് നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നല്ലോ അല്ലേ? വേലക്കാരിയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന കണ്ട് അവള് വീട്ടിലെ പണികളെല്ലാം നോക്കിയും കണ്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. വേലക്കാരിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ. നീ വന്നു കഴിഞ്ഞാൽ ഈ തിരിവൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. അവള് ചെയ്യും. അവള് പഠിക്കാൻ പോകും. വീട്ടിൽ നിൽക്കുന്ന സമയത്തെല്ലാം ചെയ്യും. നല്ല പഠിത്തോ രാവിലെ കൊണ്ട് ഫോണിനകത്താണേ ഉള്ളൂ. നല്ല പഠിത്തോ മകളുടെ നല്ല പഠിത്തോ കേട്ടോ കേട്ടോ. ഒരു കുഴപ്പമില്ല. എല്ലാവരും കൂടി കെട്ടിച്ചു വിട്ടാലും കുഴപ്പമില്ല. പഠിക്കണ്ട അവന്മാരോട് പറയാം കല്യാണം ആലോചിക്കാൻ. കെട്ടിച്ചു വിടാനായിട്ട് നീ ഒന്നും പറയണ്ട. ആരും ഉണ്ടായിരുന്നു ഈ കുഴപ്പത്തിലായത് കേട്ടോ. നിങ്ങൾ വായിക്കാത്ത നാട്ടിലുണ്ടെങ്കിൽ മിണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും കുഴപ്പത്തിലായത് കേട്ടോ. നിന്റെ പണി ഇതാണ്. ഞാൻ നേരത്തെ അമ്മോട് പറഞ്ഞെങ്ങനെയുണ്ട്. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞു. അതൊക്കെ ശരിയാവും. ശരിയായോ? നീ ഇങ്ങനെ 24 മണിക്കൂറും ഫോണും കണ്ടുവരുന്നത് എന്നാ ചെയ്യും? അവളോട് ഞാൻ പറഞ്ഞ അവിടെ തുണിയെല്ലാം കൂടി കിടക്കുക അലക്കാൻ പറഞ്ഞ അത് അലക്കാൻ കാരണം മഴ വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വരിയിട്ട് അലക്കിയത്. 4 മണിയാകുമ്പോ ഈ പാവം എഴുതേക്കുന്ന അന്നേരം തൊട്ട് അമ്മയുടെ മകളെയും പണി മൊത്തം ചെയ്യണം. എന്നിട്ട് അതവിടെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അമ്മയും മകളും കൂടെ ഞെളിഞ്ഞിരുന്ന് TV കാണുന്നതാണ് എപ്പോഴും. നീയാ ഞാൻ എന്റെ പണികളൊക്കെ ചെയ്യണം. എന്റെ എന്തെങ്കിലും അലക്കുന്നുണ്ടോന്ന് ചോദിച്ചു നോക്കി. എന്റെ എന്തെങ്കിലും കാര്യം ഞാനൊരു അമ്മയല്ലേ. എന്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഞാനിവിടെ ഇല്ലാത്തപ്പോ ചേച്ചി അലക്കുന്നതിന് ചേച്ചിക്ക് എന്തുവാ? ചേച്ചി ചെയ്യുന്നില്ല. പിന്നെ നീ അലക്കി വെച്ചാൽ മതി കേട്ടല്ലോ. പറഞ്ഞേക്കല്ലോ. ഇല്ല ഞങ്ങളെല്ലാം വേറെ മാറി താമസിച്ചോ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പെണ്ണിനെ കെട്ടിച്ചിട്ട് എല്ലാവരും മാറിക്കും. പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ എല്ലാവരും മാറും. അല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ചെറുക്കന്മാരോട് പറഞ്ഞു ഇവിടെ എളുപ്പം കെട്ടിച്ചു വിടാം. പഠിക്കാനും വിടണ്ട ഒന്നിനും വിടണം. പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അത് അവരുണ്ടാക്കി. അവർക്കൊക്കെ ജോലിയൊക്കെ ഉണ്ടല്ലോ. ജോലി ചെയ്യത്തില്ലാത്തവളെ ജോലിയും ചെയ്യത്തില്ല. രാവിലെ തൊട്ട് ഫോണും നോക്കിയിരിക്കുന്നവളെ കെട്ടിച്ചു വിട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വിടും. ഇല്ല അവൾക്ക് വീഡിയോയിലൊക്കെ അറിയാം. മക്കളോട് വിളിച്ച് പറ അവർക്ക് കല്യാണം മതിയാവും വരട്ടെ. ഞാൻ പറഞ്ഞോളാം. ഒന്ന് പോയിട്ട് അത്ര സമാധാനം ഉണ്ട്. ഇവിടെ സ്റ്റേഷന് മുഴുവൻ ഇണക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഒരു കൂട്ടർ മാറിക്കോ. അമ്മ കേട്ടോ പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ ഏഷ്യനെല്ലാം ഉണ്ടാവും. അതൊന്നും ഇത്ര നാൾ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ കെട്ടിച്ചു വിട്ട് നിങ്ങൾ ഓരോ കൂട്ടർ വേറെ മാറി ഒരു കൂട്ടർ കൂടെ വീട്ടിലും താമസിക്കും. ഇത്ര നാൾ ഞാനില്ല. ഞാൻ ഇതിന് സൈഡ് പറയാൻ ആരും ഇല്ലാത്തല്ലോ. ഇത് ഇവിടുത്തെ വേലക്കാരിയാണ്. ഞങ്ങൾ വേലക്കാരിയായിട്ടൊന്നും കണ്ടിട്ടില്ല. നീ വന്നേ പിന്നെ തീരുവുണ്ടായത്. ഞാൻ വന്നിട്ട് ഇത്ര നാളായില്ലേ. ഇന്ന് വരെ അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവർക്ക് കല്യാണം ആലോചിക്കണം. അത് ആലോചിച്ചാൽ ഞങ്ങൾ തീരുമല്ലോ. അപ്പൊ ഒരു കാര്യം കല്യാണം ആലോചിക്കാം. എന്താ ഇവർക്കൂടെ ഇവിടെ എങ്ങോട്ടും വാടകയ്ക്ക് പോയി താമസിക്കാം. ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രം പോയാൽ നടക്കത്തില്ല. അത് നടക്കത്തില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പോക്കോ. വേണ്ടേ? അത് വേണം. അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വിടത്തില്ല. അല്ലാതെ മാറാൻ ഞാൻ പറയത്തുമില്ല. അപ്പൊ ആ ബാധ്യതയും കൂടെ ഞങ്ങൾ ഏറ്റെടുക്കാം. അതുകൊണ്ടല്ലേ പിന്നെ അവരുടെ പിന്നെ പെങ്ങന്മാരെ ആങ്ങളമാരെ അപ്പനില്ലാത്തതിക്ക് ആങ്ങളമാരല്ലാതെ പിന്നെ ആരാ നടത്തേണ്ടത്? ഞാൻ തന്നെ നടത്തണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മര്യാദയ്ക്ക് ഒതുങ്ങി നിൽക്കണം. കേട്ടല്ലോ. എന്നാ പോട്ടെ മര്യാദയ്ക്ക് നീ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ. ഒതുങ്ങിയല്ലേ എന്നാ പോട്ടെന്ന് പോട്ട് വെച്ചോണ്ടിരുന്നേ. തള്ളേ മോളും കൂടെ നിങ്ങളുടെ നെഞ്ചത്തോട്ട് തീർന്ന്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എത്ര നാളായി വീട്ടിൽ പോയിട്ട്? അവിടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ അല്ലേ?
ഇല്ലേ നിങ്ങളെ കാണാനായിട്ട് ഇരിപ്പില്ലേ? നിങ്ങൾക്ക് പോകണമെന്നില്ല, ഇവിടുത്തെ അടുപ്പപ്പണി ഇങ്ങനെ കിടന്നാൽ മതി. ആ പണി എപ്പോഴും പണിയല്ലേ. ഞാൻ സ്കൂൾ അവധിക്ക് ഞാൻ അമ്മയോട് ചോദിച്ചു പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താ വിടാഞ്ഞത്? അതെന്താ വിടാഞ്ഞത്? എനിക്ക് കൊച്ചിനെ കാണാതിരിക്കാൻ മേല, അതുകൊണ്ടാണ് പോകണ്ടെന്ന് പറഞ്ഞു. കൊച്ചിനെ കാണാതിരിക്കാൻ എനിക്ക് മേല. അതൊരിതാണല്ലോ അല്ലേ, കൊച്ചിനെ കാണാതിരിക്കാൻ മേലെന്നുള്ളത്. പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പണി അത്യാവശ്യം വേണേ അവർക്ക് പോയിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ കൊച്ചി ഇവിടെ നിൽക്കട്ടെ, ചേച്ചി വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ പറഞ്ഞാൽ നടക്കുവോ? കൊച്ചിനെയും കൂടെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് വരണം. അത് നടക്കത്തില്ല. പോകുന്നതല്ല, ഞാൻ 4-5 ദിവസത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചുള്ളൂ. ദിവസത്തിനൊക്കെ പോകാൻ പറ്റുമോ? അങ്ങനെ കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ? അവനാണെങ്കിൽ അവൻ്റെ അമ്മയില്ല അവിടെ ജീവിക്കാനും വരും ശകലം നേരം പോലും. പിന്നെ ഞാൻ എന്നാ എടുക്കും? അമ്മയെന്ന് പറഞ്ഞ് ആർക്കെ തുടങ്ങും. അവനെ നോക്കുന്ന അവന്റെ അമ്മയല്ലേ. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് സമാധാനം ആവുമല്ലോ. ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടുത്തെ അടിമപ്പണി ചെയ്ത് കിടന്നു. അടിമപ്പണി ഇന്ന് വരെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലെ പണി പണിയാണ്. നാളെ തൊട്ട് ഞങ്ങൾ 2 ആളും ഒരു പണിയും ചെയ്യുന്നില്ല. നിങ്ങൾ അമ്മയും മകളും കൂടെ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇവിടെ പ്രശ്നം ഇല്ലാണ്ടിരിക്കും, നമുക്ക് നോക്കാമല്ലോ. അതെവിടുത്തെ തീരുമാനമോ? അതെവിടുത്തെ തീരുമാനം? അമ്മയും മോളും കൂടെ വീട്ടിലെ പണി കഴിഞ്ഞാൽ അവര് കയറി കസേര ഇരുന്ന് TV കണ്ടോണ്ടിരുന്നോളാം. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഇപ്പൊ മനസ്സിലായോ ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം മാറ്റുന്നതും കാര്യങ്ങളും എല്ലാം ഈ ചേച്ചിയുടെ വന്നേ പിന്നെ അല്ലേ? നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞല്ലേ കൊച്ചാ, ഈ കല്യാണത്തിന് നീ സമ്മതിക്കണ്ട, ഇത് നടത്തണ്ടെന്ന്. നിനക്ക് അന്നേരം ഇതുകൂടെ ഇവിടുത്തെ കാര്യം ഇതിങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ അവന് ഇവിടെ മതിയെന്ന് പറഞ്ഞു ചാവുകല്ലേ, പിന്നെ എന്നാ ചെയ്യാനാ? ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 2 പേരോ ഞങ്ങളുടെ എല്ലാവരുടെയും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളെ വലിയ കുഴപ്പം നമ്മൾക്കല്ലേ? ഞങ്ങളെ മാറ്റി താമസിച്ചതേ. ഞങ്ങൾ 2 കൂട്ടർ മാറി കഴിഞ്ഞാൽ ഞങ്ങളില്ലായിരിക്കണം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതേ ഉള്ളു മാർഗം. ഇവിടെ മാറ്റി തന്നാൽ മതി. ഞാനങ്ങോട്ട് മാറ്റാനാ. ഞാനങ്ങനെ പോയില്ല. ഞാൻ 2 ദിവസം ചേച്ചി വേണ്ട 2 ദിവസം വീട്ടിൽ പോകുന്നു. ഞാൻ 2 ദിവസം പോയിട്ട് വേണം ഈ പാവത്തിനെ വീട്ടിൽ വിട്ടാനായിട്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പോണില്ല. അതെ, അതിനെ കണ്ടാലും അറിയാമല്ലോ. ഇങ്ങോട്ട് നോക്കാം. എന്താ സ്വർണ്ണം ഇതിലൊരു കോലം കണ്ടല്ലോ. എന്നാ പറ്റി? അവള് കല്യാണം കഴിച്ചു വരുമ്പോ എങ്ങനെയായിരുന്നു? നിന്നെ പോലെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നത്? ഞാൻ വണ്ണം വെച്ചിരുന്നതിന്റെ കാര്യമല്ല പറഞ്ഞത്. അതിന്റെ ദേഹത്ത് എന്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇതിന്റെ പകുതി ഇപ്പൊ നിങ്ങളുടെ മകളുടെ ദേഹത്തുണ്ടല്ലോ. എവിടെ? ഇല്ല, അതങ്ങ് നന്നാക്കാം നീ. അത് അവൻ പറഞ്ഞു ഒരെണ്ണം ഇടാൻ അവർക്ക് കൊടുത്തേക്കാം. ഒന്നല്ലല്ലോ അവിടെ കിടക്കുന്നത്. ഒന്നല്ലല്ലോ അവിടെ കിടക്കുന്നേ. അങ്ങ് പോയിട്ടില്ല, ഇവിടെ ഉണ്ടല്ലോ. കൊടുക്കാൻ ഇരുന്നിട്ടല്ലേ ഇപ്പം കേട്ടല്ലോ. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ നാത്തുമാരങ്ങോട്ടും ഞാൻ കൊടുത്താ സ്നേഹമുള്ള നാത്തുമാരങ്ങോട്ടും അയ്യോ ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ സ്നേഹത്തിന്റെ അടുത്ത കുറിച്ച് എന്നോട് മിണ്ടരുത് കേട്ടോ. സ്നേഹം ഇല്ലേ? സ്നേഹം ഉണ്ടായിട്ടെ മകളോട് ആവശ്യത്തിനുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പിന്നെ എന്റെ മോളെ ഉപേക്ഷിക്കാൻ പറ്റും. ഞങ്ങൾ നിങ്ങളെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ 2 പേരും കൂടെ ഈ ഏഷണി എല്ലാം ഉണ്ടാക്കുന്നു. ഇവളാ നിങ്ങൾക്ക് ഈ ഏഷണി കൂട്ടി തരുന്നേ. പറയും ഞങ്ങളുടെ മനസ്സിലിരിക്കുന്നുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലല്ലോ. വായിലോട്ട് പോയിട്ട് തിന്നുമ്പോഴല്ലേ തിരിച്ചതിന്റെ കുറച്ചെങ്കിലും ഞങ്ങൾ ആരാ വായിലോട്ട് പോയിട്ട് തരുന്നത്? നീ വന്നേ പിന്നെ ഇതൊക്കെ ഉണ്ട്. എന്നാ ഞാൻ നോക്കോളാം. ഞങ്ങൾ പോയ അവിടുത്തെ പ്രശ്നം ദൂരമില്ലേ? അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ എങ്ങോട്ടും വാടകയ്ക്ക് നോക്കോളാം. നിങ്ങൾ ചേച്ചിയെ വെച്ചോണ്ട് ഇവിടെ ഇരുന്നു കേട്ടല്ലോ. എന്റെ ചെറുക്കനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ ഇവിടുന്ന്? എന്റെ കെട്ടിയാനില്ലാതെ ഒറ്റയ്ക്ക് പോക്കും. ഒറ്റയ്ക്ക് പോകാൻ എന്റെ ഏട്ടായി കൊണ്ട് ഇവിടുന്ന് അങ്ങ് പോകാൻ പറ്റിയല്ല. അത് നടക്കത്തില്ല. ഞാൻ എന്റെ കെട്ടിയാനെ കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഞങ്ങൾ 2 പേരും കൂടെ മാറി താമസിച്ചോളാം. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ ബാധിക്കും. അതെ, നിങ്ങൾ ഇവിടെ കിടന്നു, ഞങ്ങൾ വേറെ മാറിപ്പോക്കോളാം കേട്ടോ. നിങ്ങൾ വേറെ അടിമപ്പണിയും ചെയ്ത് കല്ലും മേടിച്ച് ഇവിടെ കിടന്നു. അപ്പൊ ഞങ്ങൾ മാറുമ്പോൾ നിന്റെ പ്രശ്നം തീരത്തില്ലേ? തന്നെ മാറിക്കോണം. എന്റെ ചേട്ടനെ കൊണ്ട് ഇവിടുന്ന് എങ്ങും പോകാൻ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടുന്ന് തന്നെ പോയാച്ചാ മതി അല്ലേ? കേട്ടല്ലോ. ഇവിടെ എങ്ങോട്ടും കൂടെ കളയോടെ വീട്ടിലെ പകുതി പ്രശ്നം മാറി കിട്ടും കേട്ടല്ലോ. തന്നെ അങ്ങോട്ട് പോയാച്ചാ മതി. എന്റെ ചേട്ടനെ കൊണ്ട് എങ്ങും പോകാൻ പറ്റിയല്ല. പറയുന്ന കേട്ടല്ലോ അവള്. നീ അതെല്ലാം പോട്ടെ. നമുക്ക് എല്ലാവരും കൂടെ വീട്ടിലെ പണിയൊക്കെ എല്ലാവരും കൂടെ കൂടിയൊക്കെ ചെയ്തൊക്കെ മഴപ്പം വെള്ളമൊന്നും വേണ്ട. ഇവിടെ കെട്ടിക്കുക അവിടെ നിന്ന് അവരത്തേക്കിന് എല്ലാവരും കൂടെ സന്തോഷമായിട്ടൊക്കെ നിൽക്കുക. മര്യാദയ്ക്ക് പോകണമെങ്കിൽ ഇവിടെ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ഉണ്ടാവും. ഒരു ഏഷണി കുറെ വെച്ച് തരും. അത് കേൾക്കാൻ ഒരു അമ്മ. അതുകൊണ്ടല്ലേ ഇവിടെ വഴക്കുണ്ടാകുന്നത്. എല്ലാവരും കൂടെ പണി ചെയ്താൽ വീട്ടിലെ പണിയൊക്കെ തൂരില്ലേ? ഇതിനെ കൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. എല്ലാവരും കൂടെ കൂടി പണിയൊക്കെ ചെയ്ത് ജീവിക്കാം. അപ്പം ഒരിക്കലും ഒരു കാരണവശാലും ഒരു കുടുംബത്തിൽ നിന്ന് ചേട്ടത്തി അനിയത്തിയും ചേട്ടനും അനിയും കേട്ടുന്ന രീതിയിൽ പോകാതിരിക്കുക, വിടാതിരിക്കുക. അതായിരിക്കും അല്ലെങ്കിൽ വലിയ സ്വഭാവക്കാരായിരിക്കും. സമാധാനം നഷ്ടപ്പെടാതിരിക്കും. ഇതുപോലത്തെ പെൺപിള്ളേർ അവിടെ നിന്ന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. അങ്ങനെയല്ല. ഇപ്പം ചേട്ടത്തി എല്ലാം സഹിക്കാൻ തയ്യാറാണ്, അനിയത്തി സഹിക്കുന്നില്ല. ഒരു വീട്ടിലാണെങ്കിലും ഒരു സ്വഭാവമാകണമെന്നില്ല. അതാണ് പ്രശ്നം. അപ്പം 2 പേരെ ഒരു വീട് കുടുംബത്തോട്ട് ചെല്ലാതിരിക്കാമെങ്കിൽ വഴക്കൊഴിവായി കിട്ടും. അങ്ങനെ ഒക്കെ പോകാതിരിക്കുക, ചെയ്യാതിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.